അങ്ങനെ വീക്കിലി ടാസ്കിൻ്റെ ഫസ്റ്റ് ഘട്ടം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറക്കുന്തളിക എന്ന് തന്നെയാണ് ടാസ്കിൻ്റെ പേര്. അനീഷാണ് ടാസ്ക് വായിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കളക്ട് ചെയ്യുന്ന ആൾക്ക് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് ചില പരിഗണനയൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ടാസ്ക് ലെറ്റർ വായിച്ചു. അതിൻ്റെ അകത്ത് പറയുന്നത് റെഡ് ബോളും യെല്ലോ ബോളുമാണ് ആകാശത്ത് നിന്ന് പറന്ന് വരിക എറിയുക. അത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്നതാണ്. അതായത് റെഡ് ബോൾ ഏറ്റവും കൂടുതൽ ആരാണോ കളക്ട് ചെയ്യുന്നത് അവർക്ക് 3 പോയിൻ്റാണ്. യെല്ലോ ബോളിന് 1 പോയിൻ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യാൻ നോക്കേണ്ടത് റെഡ് ബോളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ടാസ്കിനൊക്കെ റെഡി. നെവിനൊക്കെ പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യ ഘട്ടം കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയിരിക്കുന്നത് നമ്മുടെ ആര്യനാണ്. 10 റെഡ് ബോളോളം ആര്യന് കിട്ടിയിട്ടുണ്ട്. 8 റെഡ് ബോളോളം നമ്മുടെ അക്ബറിന് കിട്ടിയിട്ടുണ്ട്. അനീഷിന് 6 റെഡ് ബോളോളം കിട്ടിയിട്ടുണ്ട്. ഷാനവാസിന് 3, സാബുമേന് 1, നെവിന് 2, അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ പോയിൻ്റ് പറഞ്ഞു. ആര്യനാണിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. സെക്കൻഡ് അക്ബർ, പിന്നെ അനീഷ്, അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഘട്ടമാണ്, പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ മത്സരം നടക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബോൾ വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും തയ്യാറായി നിൽക്കുക. 3 ദിവസമാണ് ഈ ടാസ്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 ദിവസം കളക്ട് ചെയ്യുന്ന ബോളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ആർക്കാണോ അവർക്ക് ടിക്കറ്റ് ടു ഫിനാലയിൽ ചില പരിഗണനയൊക്കെ ലഭിക്കുന്നതാണ്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിന് ശേഷം നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.